അടുത്ത കേസ് ഇറങ്ങുമ്പോൾ ഇപ്പോൾ ശ്രീ രാജു പി നായർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഈ നവകേരള സദസ്സിന്റെ സമയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി പോലീസിന്റെയും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെയും ഒക്കെ അക്രമത്തിന് ഇരയായി. ആ കേസിൽ എങ്ങനെയാണ് ക്ലീൻ ചിറ്റ് നൽകപ്പെടുന്നത്? അതിന് പോലീസ് പറയുന്നത് ആ ദൃശ്യങ്ങൾ കിട്ടിയില്ല എന്നൊക്കെയാണ്. അത് കേരളം മുഴുവൻ കണ്ട ദൃശ്യങ്ങളാണ്. കേരളം മുഴുവൻ കണ്ട ദൃശ്യങ്ങൾ കിട്ടിയില്ല എന്നൊരു പോലീസ് സംവിധാനം പറയണമെങ്കിൽ എത്രത്തോളം ഉത്തരവാദിത്വ ബോധമില്ലായ്മ ഉണ്ടാവണം? ഞാൻ അതിലേക്ക് വരാം. ഈ രാജു പി നായർ ഈ വിഷയങ്ങളൊക്കെ നന്നായി പഠിക്കുന്ന ആളാണല്ലോ. ഈ കേരളത്തിൽ എത്ര നല്ല കാര്യം വന്നാലും ഏറ്റവും ആദ്യം കോൺഗ്രസിന്റെ നേതാവ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുക്കും. ഇപ്പം K-ഫോൺ വന്നു, അവർ പോയി അഴിമതിയാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. AI ക്യാമറ വന്നു, നേരെ ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു. ജലമെട്രോ വന്നു, നേരെ ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു. എന്ത് നല്ല കാര്യം വന്നാലും ഇവർ കേസ് കൊടുക്കാത്ത സാഹചര്യം കഴിഞ്ഞ 3-4 കൊല്ലമായിട്ടില്ല. അപ്പം ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന ഈ സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നേരെ ഹൈക്കോടതി പോകുക. കാരണം അവിടെ ഒരുപാട് അഭിഭാഷകരൊക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനോട് മേല തെളിവില്ലാതെ ഈ വഴിക്ക് വരരുതെന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കേട്ടിട്ട് പോവുക, അതാണ്. പിന്നെ സമാനതകളില്ലാത്ത ഒരു ആക്രമണം ഈ കേരളത്തിലെ ഗവൺമെന്റിന് മുഖ്യമന്ത്രിക്കെതിരെ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം 2019 ഇതിനു മുമ്പ് തുടങ്ങിയത്. 19 ഒക്ടോബർ മാസം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു 3 മാസം മുമ്പ് തുടങ്ങി. നേരെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു 1.5 കൊല്ലം ആക്രമണം തുടങ്ങി. ഇപ്പോൾ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു 1.5 കൊല്ലമാണ്. കൃത്യമായി അജണ്ട വച്ച് വലതുപക്ഷവും അതുപോലെ മാധ്യമങ്ങളും പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എത്ര ആരംഭിച്ചാലും ജനങ്ങൾക്ക് ഇതൊക്കെ ബോധ്യമുണ്ട് എന്നതുകൊണ്ട് ഞങ്ങൾക്കൊരാശങ്കയില്ല. ഇപ്പൊ PR വർക്കിന്റെ കാര്യം അങ്ങ് ചോദിച്ചു. ഞാൻ അവസാനം മറുപടി പറഞ്ഞതിന് മുമ്പ് അടുത്ത ആളിലേക്ക് പോയി. ഇവിടെ ഗവൺമെന്റും മുഖ്യമന്ത്രിയും പറഞ്ഞു ഞങ്ങൾ PR ഏജൻസിയെ വെച്ചിട്ടില്ല. ഈ PR ഏജൻസി എന്ന് പറഞ്ഞ് ഹിന്ദു പറഞ്ഞവർ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഗവൺമെന്റ് ആയിട്ടൊരു ബന്ധമില്ല. ഹിന്ദു ഒരു ഡിഫൻസിന് തൽക്കാലം പിടിച്ചു നിൽക്കാൻ രാജ്യത്തെ ദേശീയ ദിനപത്രം എന്ന രൂപത്തിൽ ഒരു നല്ല മാധ്യമ ധാർമ്മികതക്കെതിരെ പ്രവർത്തിച്ചു എന്നതുകൊണ്ട് അവരൊരു ഡിഫൻസ് ഇട്ടു. നിങ്ങൾ ഈ ചർച്ചയായിട്ട് എത്ര പോയാലും, അല്ലെങ്കിൽ ശ്രീ രാജു പി നായർ അടക്കം ഇനി കേസും കൂട്ടമൊക്കെ കൊടുക്കാലോ, കൊടുത്ത് പോയിക്കോട്ടെ. ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ ബോധ്യമുണ്ട് എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ ഇവിടെ ഇങ്ങോട്ട് വന്ന ചോദ്യം, ഞാൻ വന്ന ചോദ്യത്തിലേക്ക് അങ്ങ് വരൂ. അതിനു മുൻപ് ഈ PR ഏജൻസിയുടെ കാര്യം 2 തവണ ഹിന്ദു പറയുന്നത്, ഹിന്ദു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതാണ് ഈ 2 കാര്യവും, ഈ പറയുന്ന തിരുത്തും അതിനു മുമ്പുള്ള കാര്യം. അപ്പോൾ ആദ്യത്തെ കാര്യത്തിൽ ഒരു തിരുത്ത് വേണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തോന്നി, അത് തിരുത്തി. രണ്ടാമത് അവർ നൽകിയ എക്സ്പ്ലനേഷനിൽ തിരുത്ത് വേണമെന്ന് തോന്നാത്ത എന്തുകൊണ്ടാണ്? അതായത് PR ഏജൻസിയാണ് അപ്രോച്ച് ചെയ്തെന്നും PR ഏജൻസിയുടെ 2 പ്രതിനിധികൾ ഈ ഇന്റർവ്യൂവിന്റെ സമയത്ത് മുഖ്യമന്ത്രിക്ക് ഒപ്പം ഉണ്ടായിരുന്നു എന്നും പറയുന്നതും ഹിന്ദുവാണ്. അത് തിരുത്തണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വിളിച്ചു പറയാൻ സാധിച്ചില്ലേ? ഇവിടെ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം ആ പത്രത്തിൽ അച്ചടിച്ചു വന്നു. ആ അച്ചടിച്ചു വന്നത് തിരുത്താൻ ആ കത്ത് കൊടുത്തപ്പോൾ തന്നെ ഹിന്ദു തയ്യാറായി. ആ ഹിന്ദു നിരുപാധിക മാപ്പ് വീഴ്ച അവസാന വാചകം അങ്ങ് വായിക്കൂ. അതില് മാധ്യമ ധാർമ്മികതയ്ക്ക് എതിരാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ് അത് പിൻവലിച്ച സ്ഥിതിക്ക് മറ്റൊരു ഇഷ്യൂയിലേക്ക് പോകേണ്ടതില്ലെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി PR ഏജൻസികൾ പറയുന്നവർക്കാണ് ഇന്റർവ്യൂ കൊടുക്കുക. അദ്ദേഹത്തിന് ഇന്റർവ്യൂവിൽ ഇടവും വലവും, നേരത്തെ പറഞ്ഞ പോലെ ഊരിപ്പിടിച്ച വടിവാളും ഇന്ദ്രനും ചന്ദ്രനും ഒന്നുമല്ല, അതിനപ്പുറത്ത് 2 PR ഏജൻസി ഇരിക്കുന്നു എന്ന ആരോപണമാണ് ഹിന്ദു പത്രം ഉന്നയിച്ചത് അവരുടെ ഈ പറയുന്ന വിശദീകരണ കുറിപ്പിൽ. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയേണ്ടെന്നേ, കള്ളമാണ് പറഞ്ഞത് ഹിന്ദു പത്രം എന്ന് പറയണ്ടേ? അത് കൃത്യമായി മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. ഒരു PR ഏജൻസിയെയും ഏർപ്പാടാക്കിയിട്ടുള്ള ഗവൺമെന്റിന് അപ്രോച്ച് ചെയ്തിട്ടില്ല, അതുമായിട്ടുള്ള ബന്ധം ഈ പറയുന്ന വിശദീകരണ കുറിപ്പ് തെറ്റാണ് എന്ന് പറഞ്ഞോ? കൃത്യമായി പറഞ്ഞു. അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ ഒരു PR ഏജൻസിയെ വച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വച്ചിട്ടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി കൃത്യമായി അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന 2 ആളുകൾ ഉണ്ടായിരുന്നത് ആരാണെന്ന് അറിയില്ല എന്നാണ്. അതിന് ഞാൻ ചോദിച്ചു, സുബ്രഹ്മണ്യനെ അറിയില്ലേ? സുബ്രഹ്മണ്യനുമായി വലിയ ബന്ധം എല്ലാവർക്കും ഉണ്ടെന്ന് കുറച്ചു മുമ്പാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. ഉണങ്ങിയിട്ടില്ല വാക്കിന്റെ നനവെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള 2 കാര്യങ്ങൾ, ഇത് രണ്ടും ഈ വിശദീകരണ കുറിപ്പ് കള്ളമാണെന്ന് പറയാൻ എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? അങ്ങനെ ആണെങ്കിൽ ശ്രീമതി മാധു, ഇവിടെ കൈസൻ എന്ന് പറയുന്ന ഒരു PR ഉണ്ടെന്നാണല്ലോ ക്ലെയിം. നിങ്ങൾ ആ കൈസൻ എന്ന PR ഏജൻസിയുടെ ഫോൺ നമ്പർ വെബ്സൈറ്റിൽ നിന്ന് എടുത്തൊന്ന് വിളിച്ചു നോക്ക്. അവര് പറയട്ടെ ജനങ്ങളുടെയോ ചോദ്യത്തിന് സർക്കാരാണ് ബാധ്യസ്ഥമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ അരുൺകുമാർ, നമ്മൾ ജനാധിപത്യ കാലത്ത് ജീവിക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്. മുഖ്യമന്ത്രി പറയും.
പക്ഷെ മാധ്യമങ്ങൾ ഇങ്ങനെ മനസ്സിലായിട്ടും നിരന്തരം ചോദ്യം ചോദിച്ച് 10-25 മാധ്യമങ്ങൾ ഒരേ സമയത്ത് ചോദ്യം ചോദിച്ച് ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അലമ്പാക്കാൻ ശ്രമിച്ചതുപോലെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും അതിനനുസരിച്ച് താളം തുള്ളുന്ന ആളല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇത് കുറെ നാളായില്ലേ കണ്ടു തുടങ്ങിയിട്ട്. 1998 മുതൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ മുതൽ നിങ്ങളുടെ മറുപടി പറഞ്ഞു തുടങ്ങിയതാണ്. അല്ലാതെ രാവിലെ മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള ചോദിക്കാൻ ജനങ്ങൾ ക്യൂ നിൽക്കുന്നില്ല. ആകെ ചോദിക്കുന്നത് മാധ്യമങ്ങളാണ്. അവിടെ വരുന്നിടത്താണ് ഈ പറയുന്ന മുട്ടന്യായം പറഞ്ഞിട്ട് പോകുന്നതും ഹഹ ഇടുന്നതും. അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. ശ്രീ അരുൺകുമാർ, ഇനി ഞാൻ ആദ്യം ചോദിച്ച കാര്യം, ഈ പറയുന്ന രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യം, അതിലേക്ക് മറുപടി പറയാൻ വരികയായിരുന്നു. അങ്ങ് പറയൂ. അല്ല, രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചതായിട്ട് എനിക്കറിയില്ല. ഞാൻ റിപ്പോർട്ട് വായിച്ചിട്ടില്ല. മാധ്യമങ്ങളിൽ ഒന്നോ രണ്ടോ വാർത്ത വന്നതായിട്ട് ശ്രദ്ധപ്പെട്ടു. ആ വാർത്തകൾ വെച്ചുകൊണ്ട് ഇതിന് കമന്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. കോടതിയിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റപത്രമോ റഫർ റിപ്പോർട്ടോ മറ്റെന്തെങ്കിലും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചിട്ട് ഞാൻ പറയാം. എന്റെ ശ്രദ്ധയിൽ അതില്ല. അല്ല, ആ കേസിൽ മുഖ്യമന്ത്രിയുടെ അല്ല അങ്ങേക്ക് ആ കേസ് സംബന്ധിച്ച വിവരങ്ങളെ ഇല്ലെങ്കിൽ നമ്മൾ അതിൽ തർക്കിച്ചിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വാഹനത്തിൽ നിന്ന് ഇറക്കി തല്ലി. ആ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ്. ആ കേസിൽ അവരെ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട്, അനിൽകുമാറിനടക്കം ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട്, അതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്ന് പറഞ്ഞാണ് പോലീസ് ആ പറയുന്ന ക്ലീൻ ചിറ്റ് നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ട് കേരളം മുഴുവൻ കണ്ട വിഷ്വൽസ് കാണാൻ കഴിയാത്ത അന്വേഷണ സംഘത്തെയാണോ ആഭ്യന്തര വകുപ്പ് അന്വേഷണം ഏൽപ്പിക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. അതിൽ ക്ലീൻ ചിറ്റ് കൊടുത്തു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു രേഖ താങ്കളുടെ കയ്യിലോ കോൺഗ്രസ് പ്രതിനിധിയുടെ കയ്യിലോ ഉണ്ടെങ്കിൽ ഈ ചാനലിൽ ജസ്റ്റ് ഒന്ന് കാണിക്കൂ. ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ജനങ്ങൾക്കെങ്കിലും ബോധ്യമാകുമല്ലോ. അങ്ങനെ ക്ലീൻ ചിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണം കുറ്റവിമുക്തരാക്കിയില്ലെങ്കിൽ അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ അങ്ങ് പറഞ്ഞോളൂ. കുറ്റവിമുക്തരാക്കിയിട്ടില്ല എന്ന് പറഞ്ഞോളൂ. മാധു, ഞാനൊരു അഭിഭാഷകനാണ്. ഈ ചർച്ചയിലിരിക്കുന്ന ശങ്കുട്ടിദാസ് ഒരു അഭിഭാഷകനാണ്. ഏതെങ്കിലും ഒരു കേസ് പോലീസ് അന്വേഷിച്ചാൽ ആ പോലീസ് അന്വേഷണത്തിൽ വെച്ച് എന്താ ചെയ്യുക? അത് അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുക്കും. അത് ചാർജ് ഷീറ്റ് കൊടുക്കുക എന്നാണ് പറയുക. ആ അന്വേഷണം പൂർത്തീകരിക്കുമ്പോഴും ഇതിൽ മെറിറ്റ് ഇല്ലെന്ന് കണ്ടാലും ഒരു റിപ്പോർട്ട് കൊടുക്കും. അത് റഫർ റിപ്പോർട്ടാണ്. ഇതിൽ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ടോ റഫർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമല്ല. ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ചാർജ് ഷീറ്റോ റഫർ റിപ്പോർട്ടോ മാതൃഭൂമിയുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ സ്ക്രീനിൽ ഒന്ന് കാണിച്ചാൽ ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ പറയാം അതിൽ എന്ത് റിപ്പോർട്ടാണെന്ന്. അല്ലാതെ കാണാത്ത റിപ്പോർട്ടിനെ കുറിച്ച് സാങ്കല്പികമായിട്ട് പറയാൻ ഞാനാണല്ല. ശരിയാണ്. എന്നിട്ട് വേണം ഇനി മാതൃഭൂമി ഔദ്യോഗിക രേഖ ചോർത്തി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കേസെടുക്കാൻ. അല്ല, അത് ഭയമുണ്ടെങ്കിൽ പിന്നെ ഈ ചോദ്യം ചോദിക്കരുത്. അല്ല, മുഖ്യമന്ത്രിയിലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കേണ്ടി വരുന്ന നിലപാടുണ്ടാകുമെന്ന്. അങ്ങനെ കേസെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു റിപ്പോർട്ടർ കണ്ണൂരിൽ നിന്ന് എലത്തൂർ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രതിയെ പോലീസുകാർ കൊണ്ടുവരുന്നു. എന്നിട്ട് ചായ കുടിക്കാൻ നിർത്തുന്ന സമയത്ത് വണ്ടിയിൽ ഇങ്ങനെ ചാരി നിർത്തുന്നു, ഒരു സുരക്ഷാ ക്രമീകരണവും ഇല്ലാതെ എന്നുള്ള വിഷ്വൽസ് എടുത്ത് കൊടുത്തതിന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ഫോൺ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പേടിച്ച് ജീവിക്കണം. ഗതികേടാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നാട് കടത്തിയിട്ടുണ്ട്. പല മാധ്യമ പ്രവർത്തകരെയും തൂക്കി കൊന്നിട്ടുണ്ട്. ജനാധിപത്യത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് പല ബുദ്ധിമുട്ടും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിപ്പോ നമുക്ക് പഴയ നേതാക്കളെ പറ്റിയൊക്കെ നമ്മൾ വലിയ അഭിമാനത്തോടെ പറയാറില്ലേ? ഇതിപ്പോ രണ്ടു തട്ടും വെച്ച് കല്ലും സ്വർണ്ണവും ഒരേപോലെ തൂക്കാൻ പറ്റില്ലല്ലോ. ഒരേപോലെ തൂക്കാൻ പറ്റില്ലോ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയോടൊന്നും എന്നെ അങ്ങ് താരതമ്യം ചെയ്യല. എനിക്ക് പറ്റില്ല. ഇപ്പൊ നമുക്ക് CPM-ന്റെ എത്രയോ നേതാക്കൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ നമുക്ക് അപ്പൊ അങ്ങ് നേരത്തെ മുഖ്യമന്ത്രിയെയും അങ്ങയുടെയും സുരക്ഷാ സംവിധാനം വെച്ച് താരതമ്യം ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് അത്തരം താരതമ്യങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. കുറച്ചുകൂടി കോമൺ സെൻസ് അതിൽ പ്രയോഗിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ശ്രീ രാജു പി നായർ, നിങ്ങളുടെ പ്രവർത്തകര് വഴിയിൽ നിന്ന് തല്ലുകൊണ്ടു. അതിന്റെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞത് ഒരു മിനിറ്റ് അല്ല ഒരു അരമിനിറ്റ് ഞാൻ പറയട്ടെ. അല്ലല്ല, അങ്ങനെ ഒരു ഉപമയൊന്നും വേണ്ട. ഞാൻ മുഖ്യമന്ത്രിയായിട്ടൊന്നും ഞാൻ താരതമ്യപ്പെടുത്തിയില്ല. ഞാൻ കള്ളമെന്ന് പറഞ്ഞിട്ടില്ല. അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ, കേരളത്തിന് മുഖ്യമന്ത്രി ഒരു ഇന്റർവ്യൂവിന് ഇരിക്കുന്നിടത്ത് സുരക്ഷാ ക്രമീകരണവും അങ്ങ് മാതൃഭൂമിയുടെ വൈകുന്നേരത്തെ ചർച്ചയിൽ ഒരു ബ്യൂറോയിൽ വന്നിരിക്കുമ്പോഴത്തെ സുരക്ഷാ ക്രമീകരണവും അങ്ങ് താരതമ്യം ചെയ്തു. അത് ശരിയല്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. അത്തരത്തിലുള്ള താരതമ്യങ്ങൾ, അത്തരത്തിൽ നമുക്ക് പെട്ടെന്ന് നിരക്കാത്ത താരതമ്യങ്ങൾ സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഇല്ല, സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നടത്തിയ ഒരു ചുക്കും പേടിക്കണ്ട. നിങ്ങൾ ഈ അധാർമികമായിട്ടുള്ള മാർഗത്തിലൊക്കെ പോകുമ്പോഴാണ് ഭാവിയിൽ കേസ് വരുമോ,
ഭാവിയിൽ നിങ്ങളെ അത് ചെയ്യോ ഇത് ചെയ്യോ എന്നുള്ള പേടി. ശരി, അല്ലാതെയും പേടിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ട് എന്ന് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെയും പേടിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടെന്ന് പറയാൻ എന്റെ അടുത്ത് ഒരുപാട് എനിക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഉദാഹരണങ്ങളുണ്ട് ശ്രീ അരുൺകുമാർ. നമുക്ക് വേറെ ദിവസം ചർച്ച, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള കേസുകളെ പറ്റി.